ഹായ് ഡിയോസ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻ. നമുക്കിന്നൊരു ഓർഡർ വന്നിട്ടുള്ളത് കുറച്ച് ബാർബി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫ്രോക്കിലാണ് ഇത് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാർബി എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഈ ഒരു ഡെമോ എനിക്ക് കാണിച്ചു തന്നപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ കൈയൊന്നും എനിക്ക് ഒട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിത് ഫ്രീ ഹാൻഡായിട്ടാണ് പേപ്പറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പേപ്പർ താഴെ വെച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കസ്റ്റമർ ഒരു ഫ്രോക്കിലാണ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഫ്രോക്ക് കസ്റ്റമർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഞാനിത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഫ്രോക്ക് നമ്മൾ ഷ്രഗ് പോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ബാർബീസ്. അപ്പോൾ അത് ലൈറ്റ് കളേഴ്സാണ്. അപ്പോൾ മൾട്ടി കളേഴ്സിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് കളേഴ്സ് വെച്ചിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്ലോത്ത് കട്ട് പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടും ത്രെഡ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു ബാർബീസിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫ്രോക്കുമ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും അവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേന് നമുക്ക് ബാർബീസൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിന് ഫാബ്രിക് കളേഴ്സും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ സ്കിന്നിൻ്റെ കളേഴ്സിന് വേണ്ടിയിട്ട് കാലിനും അതുപോലെ കൈയിനും ഫേസിനൊക്കെ ഞാൻ ഫാബ്രിക് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഔട്ട്ലൈനൊക്കെ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഓരോ കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഞാനിതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമായിരുന്നു. ഞാൻ കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം നമുക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ എന്ത് ചെയ്യുന്നതോറും നമുക്ക് ഒന്നിനും കഴിയില്ല അല്ലേ. നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ബാർബി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ബാർബിയും കൂടിയും സെറ്റാക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ ഓരോന്നും ചെയ്യുന്നത്. ഓരോന്നിൻ്റെ ഔട്ട്ലൈനായിട്ട് നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്കിങ് കൊണ്ട്. പിന്നെ ഇതുപോലെ ചെറിയൊരു കട്ട് പീസാണ് കേട്ടോ എടുക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് തയ്യാറാക്കുന്നത്. ഇതുപോലെ അത് നമ്മളിങ്ങനെ പിരിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ ഈ ഒരു രൂപത്തിലാവും. പിന്നെ നമ്മളത് തുന്നി അവിടെ ഫിക്സ് ആക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ബാലൻസ് ഭാഗം നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കും. ജസ്റ്റ് അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൂടെ ഒന്നും കൂടെ ഒരു ചെറിയൊരു തുന്നി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിലത്തെ പോർഷനിൽ ഞാൻ ഫ്രഞ്ച് നോട്ടും ഒക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് കളേഴ്സ് ഫ്രോക്ക് ആയതുകൊണ്ട് ഞാനും തന്നെ ഫ്രോക്കിൻ്റെ കളറും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമർ ലൈറ്റ് കളേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് മാച്ച് ആയിട്ടുള്ള മൾട്ടി കളേഴ്സ് ചൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കട്ട് പീസിൽ ലൈറ്റ് കളേഴ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു 4 ബാർബീസാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ സ്കേർട്ടിന് ഏത് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഞാൻ ത്രെഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളിൽ. ഇത് ഫസ്റ്റ് ഞാൻ ചെയ്ത ആ ഒരു ഗ്രീനാണ് കേട്ടോ. അതെനിക്ക് ആ ഒരു ഭംഗി ഗ്രീനും ആ ഒരു ഇതും ഒട്ടും മാച്ചായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഷെയ്ഡ് മാറ്റിയിട്ട് ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്ത് പീസാക്കി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ആ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ നൂലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന നൂലുകളല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്താൽ ഒന്നായിട്ട് പോരും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് രാത്രിയാണ് കേട്ടോ എനിക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഷ്രഗ് മാത്രം പെട്ടെന്ന് എനിക്ക് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ കഴുത്തിലൂടെ അങ്ങനെ ഇട്ട് ഇങ്ങനെ ഷ്രഗായിട്ട് വെക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ അങ്ങനെയാണ് കേട്ടോ ചെറിയൊരു ബാർബീസ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഫ്രോക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിത് കിട്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എനിക്ക് ഷ്രഗ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ ഷ്രഗ് അതുപോലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇട്ടിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ദിവസമായി ഞാൻ ഒരുപാട് വെയിറ്റിങ്ങിലായിരുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ഫോട്ടോസൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് കുവൈത്തിലേക്കാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ആളുടെ കിട്ടിയപ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ സൈസും കാര്യങ്ങളും അറിയാതെയാണ് ഫ്രോക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു ഫ്രോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷ്രഗിൽ ബാക്കിയുള്ള ബാർബീസൊക്കെ ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.